സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡിൽ ഇരുന്നുകൊണ്ട് പതിറ്റാണ്ടുകൾ നടത്തിയ ചർച്ചകൾക്കും ഒത്തുതീർപ്പുകൾക്കും ശേഷമാണ് ഏകീകൃത കുർബാനാക്രമം സഭയിൽ നടപ്പിലാക്കാൻ സമ്പൂർണ്ണ സിനഡ് തീരുമാനിച്ചത്. ഇത് വിശ്വാസികളുടെയോ സാധാരണ വൈദികരുടെയോ അഭിപ്രായം ചോദിച്ചിട്ടല്ല നടപ്പിലാക്കിയത്. സഭയുടെ 35-ൽ 32 രൂപതകളിൽ ഒരു കുഴപ്പവുമില്ലാതെ ആദ്യം തന്നെ ഇത് നടപ്പിലാക്കി. ബാക്കിയുള്ള 3-ൽ 2 രൂപതകളിലുള്ള വിശ്വാസികളെ ഭയന്ന് എറണാകുളം വിമതർക്ക് ഒത്താശ ചെയ്യുന്ന മെത്രാന്മാർ പോലും മനസ്സില്ലാ മനസ്സോടെ നടപ്പിലാക്കി. എന്നിട്ടും ഈ വിമത മെത്രാന്മാർക്ക് തങ്ങളുടെ രൂപതയിൽ നടപ്പിലാക്കിയ കുർബാനാക്രമത്തെപ്പറ്റി അത്ര മതിപ്പില്ലാതെ പോയെങ്കിൽ അവർ മെത്രാൻ സ്ഥാനത്ത് തുടരാൻ യോഗ്യരല്ല. ഭരണി മെത്രാൻ ഏകീകൃത കുർബാന നടപ്പിലാക്കില്ലെന്ന് വാശി പിടിച്ചപ്പോൾ അവിടെയുള്ള വിശ്വാസികൾ നട്ടെല്ലുള്ളവർ ആയതിനാൽ അരമനയിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പേടിച്ചുപോയി. നടപ്പിലാക്കിയെങ്കിലും ഉള്ളിൽ വിമത പ്രവർത്തനങ്ങൾ തുടർന്നു പോന്നു. ഒടുവിൽ തങ്ങൾക്ക് ഒറ്റയ്ക്ക് വേറെ സഭയുണ്ടാക്കി മുങ്ങുമ്പോൾ ഒപ്പം നിന്നില്ലെങ്കിൽ അത് സമ്മതിക്കില്ല എന്ന വിമതരുടെ ഭീഷണി പേടിച്ച് സഭാ സിനഡിൽ വിയോജനക്കുറിപ്പ് എഴുതി തടി തപ്പാൻ നോക്കിയതാണ്. ഇത്രയും കാലം മറഞ്ഞിരുന്നവർ ഇപ്പോൾ വെളിച്ചത്ത് വരാൻ കാരണം. ഇനി മുണ്ടാടൻ പുതിയ സഭയുണ്ടാക്കി പുറത്തു പോകുമ്പോൾ പരിചയസമ്പന്നരായ കുറെ മെത്രാന്മാർ അവരുടെ കൂടെ ഉള്ളത് നല്ലതാണ്. സീറോ മലബാർ സഭ കുർബാന വിഷയത്തിൽ ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സംഗതി കൂടി ബാക്കിയുണ്ട്. ജൂൺ 9 ഇറക്കുന്ന പാതിരാ സർക്കുലറിനോട് 5 മെത്രാന്മാർ വിയോജിച്ചു. അതുകൊണ്ട് പാതിരാ സർക്കുലറുകൾ വ്യാഖ്യാനിച്ച് ജൂൺ 21 ആയപ്പോൾ സിനഡാനന്തര അറിയിപ്പായി. അതിനെ ഒന്നുകൂടി വിശദീകരിച്ചപ്പോൾ ജൂലൈ 1 വെറും അറിയിപ്പായി. ഇനി അടുത്ത സിനഡാകുമ്പോൾ പാതിരാ സർക്കുലറിൽ യോജിച്ചവർ ഇതിനോട് വിയോജിക്കും. അങ്ങനെ 50-50 കുർബാനയുടെ കാര്യത്തിൽ ഏകീകരണമാകും. ഏകകണ്ഠമായി തള്ളാൻ തീരുമാനമാകും. അങ്ങനെ 50% രൂപതകളിൽ പൂർണ്ണ അൾത്താര അഭിമുഖവും 50% രൂപതകളിൽ പൂർണ്ണ ജനാഭിമുഖവും, അങ്ങനെ സഭ മുഴുവനും മിക്കവാറും 50-50 രീതി നടപ്പിലാകും.